മഹാവേദിക്കും മഹാസദസ്സിനും നമസ്കാരം. നമ്മുടെ അനങ്ങന്മലയുടെ അടിവാരത്തിൽ നിന്നും അത്രയൊന്നും അറിയപ്പെടാത്ത ഒരു ഗ്രാമത്തിൽ നിന്നും ഒരു കർഷക കുടുംബത്തിൽ നിന്നും ആവിർഭവിച്ചുകൊണ്ട് ആഴിക്കടലുകൾ താണ്ടി അതിവിശാലമായ ഒരു വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത പമ്പാവാസൻ നായരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, എൻ്റെ സുഹൃത്തായ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഗാന്ധിജിയുടെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 12ാം നൂറ്റാണ്ടിൽ നാർസി മെഹത്ത് എഴുതിയ ഒരു ഗാനമാണ് ഓർമ്മ വരുന്നത്. വൈഷ്ണവജനതോ തേനേ കഹിയേ ജേ പീഡ പരായി ജാനുരേ പരദുഃഖേ ഉപകാർ കരേ തോയേ മന അഭിമാനന ആനുരേ. ആരാണ് ദൈവത്തിൻ്റെ ജനം? അന്യൻ്റെ ദുഃഖം അറിയുന്നവൻ, പരദുഃഖത്തിൽ ഉപകാരം ചെയ്യുന്നവൻ, അതേസമയം അങ്ങനെ ചെയ്യുന്നു എന്ന് സ്വയം അഹങ്കരിക്കാത്തവൻ. അതെ, ശ്രീ പമ്പാവാസൻ നായരുടെ മനസ്സ് മുഴുവനും സ്നേഹമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കുമാരനാശൻ പറഞ്ഞതുപോലെ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹമാണ് അഖിലസാരമൊഴിയൽ. അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇനി ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അതെ, സ്വയം നന്നാവുമ്പോൾ അന്യനെ നന്നാക്കണമെന്നുള്ള ആഗ്രഹം ചുരുക്കം മനുഷ്യരുടെ മനസ്സിലേ കാണൂ. ശ്രീ പമ്പാവാസൻ നായർക്ക് ആ വികാരം കൊടുത്തുകൊണ്ട്, ആ വിചാരം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സ്നേഹസമ്പന്നമായ ലളിതമായ ഒരു കുടുംബവും അദ്ദേഹത്തിനുണ്ട്. ലാളിത്യത്തിൻ്റെ നൈസർഗിക പ്രതീകമാണ് എന്നെ ഞാൻ കണ്ടിടത്തോളം ശ്രീ പമ്പാവാസൻ നായർ. അദ്ദേഹത്തിൻ്റെ മക്കളും അതുപോലെയാണ്. ഈ അദ്ദേഹത്തിൻ്റെ ഈ മഹത്തായ സേവനം ഇനിയും തുടർന്നു പോകട്ടെ, അതിന് ജഗദീശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.